എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +2 റിസൾട്ട് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ യഥാസമയം നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ +2 റിസൾട്ട് നാളെ പ്രഖ്യാപിക്കുവാനിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ കുട്ടികളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതേസമയം SSLC റിസൾട്ടിലുണ്ടായ A+കളുടെ എണ്ണത്തിൽ വലിയ കുറവും വിജയശതമാനത്തിലുണ്ടായ നല്ല കുറവും കുട്ടികളെ ആശങ്കയിലാക്കുന്നുണ്ട്. എന്നാൽ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, SSLC കുട്ടികൾക്കുണ്ടായ പോലെ ഒരു പ്രത്യേക സാഹചര്യം ഇപ്പോൾ ഈ വർഷം പരീക്ഷ എഴുതിയ +2 കുട്ടികൾക്കില്ല. കഴിഞ്ഞ വർഷത്തെ +2വിൽ വിജയശതമാനം 77.81 നമുക്ക് കിട്ടിയ പുതിയ അപ്ഡേറ്റുകൾ അനുസരിച്ച് ഈ വർഷം +2 റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ 1% വർധനവ്, അതായത് 79% ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒരു തരത്തിലും പരീക്ഷയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. ഇത് മാത്രമല്ല, റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ഗവൺമെന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകളുടെ സെർവർ ഇഷ്യൂ മൂലം നിരവധി കുട്ടികൾക്ക് വേഗം റിസൾട്ട് നോക്കുവാൻ സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് വളരെ വേഗത്തിൽ നോക്കുവാൻ എക്സാം സർക്കാരി റിസൾട്ട് ഇൻഫോ എന്നൊരു സൈറ്റ് അവസരം നൽകുന്നുണ്ട്. അപ്പോൾ ഈ വർഷത്തെ +2 റിസൾട്ട് വളരെ വേഗത്തിലും കൃത്യമായിട്ടും തന്നെ അറിയുവാൻ ഗൂഗിളിൽ കയറി എക്സാം സർക്കാരി റിസൾട്ട് ഇൻഫോ എന്ന് സെർച്ച് ചെയ്യുക. ശേഷം ആദ്യം കാണുന്ന വെബ്സൈറ്റിൽ തന്നെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് വന്നതിന് ശേഷം അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കേരള +2 റിസൾട്ട് 2026 എന്ന് കാണുവാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ആ പേജ് കൂടി അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ചെക്ക് +2 റിസൾട്ട് 2026 എന്ന സെക്ഷനിൽ 2 ലിങ്കുകൾ കാണുവാൻ സാധിക്കും. അതിൽ ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ക്യാപ്ചയും കൂടി ടൈപ്പ് ചെയ്ത് ചെക്ക് റിസൾട്ട് എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് കൃത്യമായി തന്നെ അറിയുവാൻ സാധിക്കും. അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. എല്ലാ കുട്ടികളും മാക്സിമം യൂസ് ചെയ്യുക. ഇതുകൂടാതെ +2വിൽ ഡബിൾ വാല്യുവേഷൻ ഉള്ള സബ്ജക്റ്റുകളുടെ മാർക്കുകൾ കുറയുമോ എന്ന് നിരവധി അധികം കുട്ടികൾ ആശങ്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിൽ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻസർ കീ അനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ഉത്തരങ്ങൾക്ക് മാർക്ക് കിട്ടുവാൻ അർഹതയുണ്ടെങ്കിൽ അതിൽ എന്തായാലും കിട്ടിയിരിക്കും. ആ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ടെൻഷൻ്റെയും ആവശ്യമില്ല. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ യഥാസമയം നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. നന്ദി.